നെയിലിനകത്ത് വിജയ്, TVK ബ്ലൗസ്, എവിടെ പോയാലും വിജയാണ്. ഇത് വിസില് തന്നെയാണോടായത്? നിന്റെ വിസിലിന്റെ പടം എടുത്ത് വരച്ചൊക്കെ ആരോടോ പറഞ്ഞത്? നമ്മൾ സോംബി സിനിമകളിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളൂ. ഇത്രയും ഭ്രാന്തടി തങ്ങളുടെ പള്ളി കിടന്ന് എഴയുന്നടേ. തമിഴ്നാട്ടിൽ വന്ന സമയത്ത് മോദിജിയുടെ സ്കിൻ കളർ ചെറുതായിട്ടൊന്ന് കറുപ്പിച്ചു. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട് ഇലക്ഷൻ, നമ്മുടെ വിജയ് അണ്ണാവുടെ ഇലക്ഷൻ. ഇതുവരെ കേരളത്തിൽ തമിഴ്നാട്ട് ഇലക്ഷന് കിട്ടാത്തൊരു സ്വീകാര്യതയാണ് ഇപ്പോൾ കേരളത്തിൽ തമിഴ്നാട് ഇലക്ഷന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വൺ ആൻഡ് ഓൺലി റീസൺ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള വിജയ് അണ്ണാവ്. അപ്പം അണ്ണാവിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ റീൽസ് ആണ് നമുക്ക് ഇത് കാണാനുള്ളത്. സീരിയസ്ലി ഈ തമിഴ് ആളുകൾ, തമിഴന്മാർക്ക് പ്രാന്താകൂടെ, മരിക്കാൻ കിടക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. അണ്ണന്റെ വണ്ടി വരുമ്പോൾ സോംബികളെ പോലാണ് ഇവർ ഇങ്ങനെ അണ്ണാ അണ്ണാ എന്നും പറഞ്ഞ് ചെന്ന് കയറുന്നത്. ഒരുതൊക്കെ കാണുമ്പോ അയ്യോ, ബ്രെയിൻ എടുത്ത് ചവിട്ടുകൊട്ടയിട്ടിട്ടാണ് ഇവന്മാര് പോകുന്നതെന്ന് വരെ തോന്നിപ്പോകും. വിജയ് ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഉള്ള കാര്യം പറയാലോ, കുറച്ച് സിനിമാറ്റിക് ഡയലോഗും ഈ സിനിമ തന്നെ അങ്ങനെ റിയൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ആക്കുന്നതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പുള്ളി ഒരു നല്ല മനുഷ്യനാണ്. പുള്ളി തന്നെ പറയുന്നുണ്ട്, എനിക്കിവിടെ അഴിമതി ചെയ്യേണ്ട ആവശ്യമില്ല, ജനങ്ങളുടെ പൈസ മോഷ്ടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജയിച്ചു കഴിഞ്ഞാല് ജനങ്ങൾക്ക് ഗുണമുണ്ടാവും. അത് കറക്റ്റാണ്. പുള്ളിയുടെ കരിയറിൽ ഉണ്ടാക്കാവുന്നതിന്റെ അങ്ങേയറ്റം ഉണ്ടാക്കി കരിയറിന്റെ ഉച്ച സ്ഥായിലെത്തിയ നിൽക്കുന്ന സമയത്താണ് പുള്ളി പൊളിറ്റിക്സിൽ ഇറങ്ങുന്നത്. അപ്പൊ പിന്നെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വിജയ്ക്ക് ഉണ്ടാവുന്നത് വരെ ജനങ്ങളുടെ പണം സേഫ് ആണ്. ഭാവിയിൽ ഇനി ഉണ്ടായിക്കൂടാവുന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ചെറിയ രീതി മുക്കുവാങ്കിലേ ഉള്ളൂ. എന്താണെങ്കിലും പക്ഷെ വിജയ് ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ വരുന്ന 23-ാം തീയതിയാണ് എന്തായാലും ഇലക്ഷൻ. ഇന്ന് 21, നാളെ കഴിഞ്ഞ മറ്റന്നാള് ഇലക്ഷൻ ആണ്. അപ്പൊ എന്താണെങ്കിലും ഈ വട്ടത്തെ വിജയ് അണ്ണന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ നമുക്കൊന്ന് കാണാം ഗൈസ്. ഒരു ചെമട് വീഡിയോസ് ഉണ്ട് കാണാൻ, ഒരു ചെമട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാല് എവിടെ നോക്കിയാലും വിജയ് അണ്ണനാണ്. നെയിൽ പോളിഷിനകത്ത് നോക്കിയ വിജയ് അണ്ണൻ, മുറ്റത്ത് നോക്കിയ വിജയ് അണ്ണൻ, ഒരപ്പുറത്ത് നോക്കിയ വിജയ് അണ്ണൻ, സാരിക്കകത്ത്, ബ്ലൗസിനകത്ത്, എന്തിനു പറയുന്ന പിള്ളേരുടെ തലയിലെ പുറേശത്തുള്ള ഹെയറിനകത്ത് വരെ വിജയ് അണ്ണൻ. വിജയ് അണ്ണന് വിജയ് അണ്ണന്റെ വിസിലും. എങ്ക പാത്താലും വിജയ് വിജയ് വിജയ്, ഉങ്ക വിജയ് എങ്ക വിജയ്, എങ്ക പാത്താലും വിജയ്. ആ സെറ്റപ്പ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു റീല് കാണാം, കണ്ടോളൂ കണ്ടോളൂ. പോരും നിങ്ങൾ കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് നെയിൽ പോളിഷ്, നെയിലിനകത്ത് വിജയ്. എന്നടാ പണിയിട്ടിരിക്കെ? നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. അവര് നെയിലിനകത്ത് വിജയെ അടിച്ചു തരും. ഓ, ജാതി പ്രൊമോഷൻ, മാരക പ്രൊമോഷനാണ്. ഇനി അടുത്തത് ബ്ലൗസിനകത്ത് വിജയ്. നോക്കൂ, കണ്ടോളൂ. ബ്ലൗസിന്റെ പുറകെ വരെ TVKയുടെ കൊടിയാണ് ഗൈസ്. TVK ബ്ലൗസ്. ഇത് തമിഴ്നാട്ടിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് ടാറ്റുവിനകത്ത് വിജയ്. ടാറ്റു അടിച്ചോണ്ടിരിക്കുകയാണ്. വിസിലിന്റെ പടമാണെന്ന് തോന്നുന്നു ടാറ്റു അടിക്കുന്നത്. കാണ്, വിസിലിന്റെ പടം. അത് തന്നെ. എന്തുവാടേ ഇത്? ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഇത്രയും ഭ്രാന്ത. നമ്മുടെ നാട്ടിലൊക്കെ മമ്മൂട്ടിയോ മോഹൻലാലോ അങ്ങാണോ ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ തോറ്റ് തുന്നമ്പാടി പോകത്തേ ഉള്ളൂ. ഇത് കണ്ട വിസിലിന്റെ പടം ഒക്കെ എടുത്ത് ടാറ്റു വരെ അടിക്കുന്നു. പെർമനന്റ് ടാറ്റു. അത് കപ്പിൾ ടാറ്റുവിടെ. ചെറുക്കന്റെ പെണ്ണിന്റെയും കയ്യിൽ കപ്പിൾ ടാറ്റു, വിസില്. ഓ, സമ്മതിക്കണം കേട്ടാ. ടാറ്റു വിജയ് കിടിലം, സൂപ്പർ. ഇനി മൊബൈലിന്റെ കേസിനകത്തുള്ള വിജയെ കാണാം. കണ്ടോളൂ, മൊബൈലിന്റെ കേസിനകത്തുള്ള വിജയാണ്. ഇന്ന് തമിഴ്നാട്ടിൽ 2 ദിവസം ഇനി എങ്ക പാത്താലും വിജയ്, എവിടെ പോയാലും വിജയാണ്. കേസിനകത്ത് വിജയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് നമ്മുടെ ശബരിമല വരെ വിജയ് അണ്ണൻ. ശബരിമലയെ പോകുന്നത് TVKയുടെ കൊടിയും പിടിച്ചോണ്ട്. അയ്യപ്പന്മാരുടെ വോട്ടുകൂടെ തൂക്കാനുള്ള പരിപാടിയാണ്. പല തരത്തിലുള്ള ക്യാമ്പയിൻസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇമാതിരി ഒരു ക്യാമ്പയിൻ എന്റെ ജീവിതത്തിൽ ഇലക്ഷൻ ക്യാമ്പയിൻ കണ്ടിട്ടില്ല. ഇത് പോരാഞ്ഞിട്ട് ഈ കുട്ടികളുണ്ടല്ലോ, വോട്ട് പോലും ഇല്ലാത്ത കുട്ടികളുടെ ബേബി ഡ്രസ്സിനകത്ത് വരെ വിജയ്. താണ്ട പിള്ളേർക്ക് കൊടുക്കുന്ന ബേബി ഡ്രസ്സിനകത്ത് വിജയ് അണ്ണന്റെ ഫോട്ടോയും, തൊപ്പിക്കകത്ത് TVKക്ക് വോട്ടുണ്ടാക്ക്, കൊടി. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? പൊന്നെണ്ണ സമ്മതിക്കണം കേട്ടാ. സീരിയസ്ലി കമ്മിങ് സൂണാ. ഇനി അടുത്തത് വാട്ടർ ബോട്ടിൽ വിജയ്. കണ്ടോളൂ TVKയുടെ സ്പെഷ്യൽ വാട്ടർ ബോട്ടിലുകളാണ് ഇത്. അതാ പറഞ്ഞേ, എങ്ക പാത്താലും വിജയാണ്. ഇനി കക്കൂസി പോയി കഴിഞ്ഞാൽ ഡോറിനകത്ത് വരെ വിജയ് അണ്ണന്റെ ഫോട്ടോ ഒട്ടിച്ചേക്കും. അത് പാത്ത് ഞങ്ങൾ അപ്പിട്ടോളാം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ തമിഴന്മാർ സമ്മതിക്കണം. നമ്മൾ നേരത്തെ ബ്ലൗസിനകത്ത് വിജയെ കണ്ടു, സാരിക്കകത്ത് വിജയെ കണ്ടില്ലല്ലോ. കണ്ടോളൂ. TVK സാരി തുറക്കുമ്പോ TVK കൊടിയുണ്ട്, പടമുണ്ട്. വിജയണ്ണന്റെ പടം ഇല്ലേ? വിജയണ്ണന്റെ പടം ഇല്ലേ? കൊള്ളാം, സാരി കൊള്ളാം. ഇതാണ് TVK സാരി. വിജയണ്ണന്റെ പടമുള്ള സാരിയും ഉണ്ട് ഗൈസ്, അതുകൂടെ കാണിക്കാം. ആണ്ടെ, ഇതിനകത്ത് വിജയണ്ണന്റെ
വടം തല வெட்டி வச்சிട്ടുണ്ട്. பர ஐட்டம்ஸ் வந்து நாங்க அச்சுல போட்டு வச்சிருந்தோம். இன்னைக்கு ரொம்ப அழகா வந்து 250 sarees லான்ச் பண்ணிருக்கோம். இந்த saree ரொம்ப அழகா வந்து டர்சல் ஒர்க்ல டிவிகே கலெக்ஷன்ஸ் வந்து கொடுத்திருக்கோம். ரொம்ப அழகா விஜய் சாரோட ஃபேஸ் டிவிகே கலெக்ஷன்ஸ். ഇപ്പൊ ഇലക്ഷൻ വരെ അവിടെ മാർക്കറ്റിംഗ് ആണ്. വാട്ടർ ബോട്ടില്, കുട്ടികളുടെ ഡ്രസ്സ്, സാരി, ബ്ലൗസ്, ഇത് പോരായിട്ട് ഹെയർ കട്ടും ഉണ്ട്. അത് കണ്ടിട്ടില്ലല്ലോ ഹെയർ കട്ട്. ബാർബറന്മാര് വരെ TVK പ്രൊമോട്ട് ചെയ്യാണ്. കുട്ടികളുടെ തലയുടെ ബാക്കില് TVKയുടെ വിസില് TVK എന്ന് എഴുതി വെച്ചു. ഇതൊക്കെ ചെറുത്. ഓരോ സമയം കാട്ടിക്കുട്ടുന്ന കാട്ടായങ്ങൾ കാണുമ്പോൾ നമ്മൾ തന്നെ സ്വയം അഭിമാനം കൊള്ളും. കാര്യം നമ്മൾ ഇത്രയും വിവരമുള്ള ആൾക്കാരാണ് എന്ന് ഓർത്തിട്ട്. പിന്നെ വേറൊരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമഡി അല്ല, അണ്ണന്റെ ഒരു തന്ത്രമാണ്. അണ്ണന്റെ പ്രസംഗത്തിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഉങ്ങളുടെ വീട്ടു വാസല് TVKയുടെ വിസലിന്റെ കോലം പോട് കാണിച്ചു തരാം. நீங்க எல்லாரும் எனக்காக உங்க வீட்டு வாசல்ல விசில் சின்னத்தை கோலமா போடுங்க. ഇത് കേട്ട് കുറെ ആളുകൾ ഇതുപോലെ കോലം പോട്ട് ഗൈസ്, നല്ല നല്ല കോലങ്ങൾ പോട്ടും. ഇത് സൂപ്പർ കോലങ്ങളാണ്. പക്ഷെ ഇതോടൊപ്പം വൈറലായ വേറൊരു കോലം ഞാൻ കാണിച്ചു തരാം. കോലം. ഇത് വിസില് തന്നെ ആണോണ്ടായത്? നിന്റെ വിസിലിന്റെ പടം എടുത്ത് വരച്ചൊക്കെ ആരോടാ പറഞ്ഞത്? TVKയുടെ കോലത്തിനകത്ത് അവന്റെ വിസില്. ഇതാണ് ഏറ്റവും വൈറലായ കോലം ഗൈസ്. TVKയുടെ കോലം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തന്മാര് വരും. ഇതും വിസില് തന്നെ കേട്ടോ. അണ്ണൻ ഇതുപോലെ വീടിന്റെ വാസില് കോലിടാൻ പറഞ്ഞത് നമ്മൾ വിചാരിക്കും അണ്ണന് ഭ്രാന്താണെന്ന്. അണ്ണൻ വെറുതെ പറഞ്ഞൊന്നുമല്ല. ഇതിനകത്തൊരു കളിയുണ്ട്. ഇത് കണ്ടില്ലേ, അവിടെ മൊത്തം കോലിട്ട് വെച്ചേക്കാണ്. ആ വഴിക്കോട്ട് DMKയോ ADMKക്കാരൊന്നും ചെന്നിട്ട് കാര്യമില്ലെന്ന് ഓൾറെഡി അവര് പറഞ്ഞേക്കാണ്. വോട്ട് ചോദിക്കാൻ അവിടെ ചെല്ലണ്ട, വീടിന്റെ ഫ്രണ്ടിൽ കോലം ഉണ്ട്. കണ്ടില്ലേ ഈ വീഡിയോ കണ്ടോ? DMKക്കാര് വോട്ട് മേടിക്കാൻ വരിക. അന്നേരം വേണ്ട വീടിന്റെ ഫ്രണ്ടിൽ കോലം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കയറിയിട്ട് കാര്യമില്ലല്ലോ. അത് അണ്ണന്റെ അപാര ബുദ്ധിയുടെ. ഇത് പറഞ്ഞപ്പോ തന്നെ അണ്ണന്റെ ഫാൻസ് എല്ലാം വന്ന് വീട്ടിന്റെ ഫ്രണ്ടിൽ കോലൊക്കെ അങ്ങിട്ട്. അപ്പോഴത്തേക്ക് ആരെങ്കിലും വോട്ട് ചോദിക്കാൻ വരുമ്പോ ആരെയും കാണുന്നത് ഇതാണ് കാണുന്നത്. അപ്പൊ പിന്നെ അങ്ങോട്ട് ആ പരിസരത്തോട്ട് പോയിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് അവര് തിരിച്ചു പോകും. കണ്ട, ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇത് മാരക ബുദ്ധിയായിട്ട് അണ്ണന്. അത് പോരാഞ്ഞിട്ട് അണ്ണൻ വേറെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോഴേ വിദേശത്തുള്ള ആളുകൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് വെച്ചോ, അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് വെച്ചു എനിക്ക് വേണ്ടി വന്ന് വോട്ട് ചെയ്യാൻ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അണ്ണൻ ഫാൻസ് എല്ലാം ലോകത്തിന്റെ പല സൈഡുകളിലുള്ള കാനഡ, ചൈന, സ്വീഡൻ, UAE എവിടൊക്കെ ആളുകളുണ്ട് അവിടെ എല്ലാരും അണ്ണന് വോട്ട് ഇടാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇന്ന് 2 എക്സാമ്പിൾസ് കാണിക്കാം. ഓൾ ദ വേ ഫ്രം ചൈന ഓൺലി ഫോർ തളപതി TVK. ചൈനയിൽ നിന്ന് വരികയാണ്. കണ്ടില്ലേ, അണ്ണന് വോട്ട് ഇടാൻ വേണ്ടി. അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പീലില്ല. ഇതെന്ന് നമ്മുടെ നാട്ടില് വോട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കോൺഗ്രസ് നിന്നാലും കമ്മ്യൂണിസ്റ്റ് നിന്നാലും ആ നിൽക്കുന്ന വ്യക്തിയെ കണ്ടിട്ടായിരിക്കും നമ്മൾ വോട്ട് കൊടുക്കുന്നത്. അല്ലാതെ മെയിൻ ആയിട്ട് നിൽക്കുന്ന പിണറായി വിജയനെ കണ്ടിട്ട് ഇവിടുത്തെ ജനങ്ങൾ പോയിട്ട് കമ്മ്യൂണിസ്റ്റ് കുത്തൂല. പക്ഷെ ഇവിടെ അങ്ങനല്ല. TVK ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ടോ അവിടെ എല്ലായിടത്തും വിജയ് അണ്ണന് വോട്ട്. അവിടെ നിൽക്കുന്ന പ്രതിനിധികൾ വിജയ് അണ്ണന്റെ ബിനാമികൾ മാത്രം. അയ്യൊരു സെറ്റപ്പാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇലക്ഷന്റെ ഒരു ക്യാമ്പയിൻ നിങ്ങൾ കണ്ട് ഈ ഒരു വീഡിയോ കണ്ട് വിജയ് അല്ല നിന്ന് സംസാരിക്കുന്നത്. ഇത് വിജയ് അണ്ണനല്ല സംസാരിക്കുന്നത്. ഇമാതിരി ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള വോട്ട് പിടുത്തം. മറ്റുള്ള ഹോളോഗ്രാം ഫാൻ ഉണ്ടല്ലോ, അതിനകത്ത് വിജയ് അണ്ണനെ പ്രൊജക്ട് ചെയ്യിപ്പിച്ചിട്ട് അണ്ണനെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. அவங்க அழுத்த போற ஒவ்வொரு பட்டன்ல இருந்து விடுற ஒவ்வொரு ஓட்டும் அணுகுண்டா மாறும் பாருங்க. ஒட்டுமொத்த மக்களும் தங்கள் ഇമാതിരി പരിപാടികൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ രീതിയിൽ കഴിഞ്ഞ ദിവസം വേറൊരെണ്ണം കണ്ട് റോബോട്ടിനെ ഇറക്കിയിട്ടുള്ള വോട്ട് പിടുത്തം. ഇതും പോരാഞ്ഞിട്ട് വിജയ് അണ്ണന്റെ ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് വിജയ് അണ്ണന്റെ ഡൂപ്പിനെ ഇറക്കിയിട്ടുള്ള വോട്ട് പിടുത്തം വരുന്നുണ്ട്. ഈ ഭ്രാന്തന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭ്രാന്തന്മാർ. എ ഡൈഹാർഡ് ഫാൻ TVK സപ്പോർട്ടർ സ്വിം ഇൻ സീവേജ് വാട്ടർ ഫോർ 3 കിലോമീറ്റർ ടു സീ വിജയ് ഇൻ ഹിസ് റീസെന്റ് കന്യാകുമാരി ക്യാമ്പയിൻ. കന്യാകുമാരി ക്യാമ്പയിനെ പറ്റി പറയാൻ വേറെ കോമഡിയോടെ പറയണം. ഈ സാധനം പറയാതെ കന്യാകുമാരി ക്യാമ്പയിനെ പറ്റി പറയാൻ പറ്റത്തില്ല. അണ്ണന്റെ സൈക്കിൾ ഷോ ആണ്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഭയങ്കര ഫേമസ് ആയതാണ്. അണ്ണൻ സൈക്കിൾ ചവിട്ടി പോവാണ്, കുറെ ആൾക്കാർ ഓടുന്നു. അണ്ണന്റെ എന്താ പറയാ ബോഡി ഗാർഡ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അണ്ണൻ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി വരുമ്പോഴാണ് ഇപ്പൊ ഒരു അണ്ണൻ പരിപാടി നോക്കിക്കോണേ. അണ്ണൻ വന്നിട്ട് ഒരു പൂവിന്റെ ഒരു ബോൾ എടുത്ത് ഇപ്പൊ അങ്ങോട്ട് എറിഞ്ഞങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതാണ് കാണുമ്പോഴേ അതിന്റെ ഒരു ഗുമ്മ് കിട്ടത്തുള്ളൂ. എന്താ നോക്കണേ എങ്ങോട്ട് എറിയ അണ്ണൻ സൈക്കിളെ കളഞ്ഞിട്ട് ഒറ്റ ഓട്ടം. ബോംബൊന്ന് വല്ലടേ പൂവെടുത്തെറിഞ്ഞതാണ്. അപ്പോഴേ പരിപാടിയും നിർത്തി.
കണ്ടം വഴി ഓടി പിന്നെ വിജയണ്ണൻ. പുള്ളിക്ക് നല്ല പേടിയുണ്ട്. ഈ TVKയുടെ കൊടിയായിട്ട് വന്നിരിക്കുന്ന ജനങ്ങളാണെങ്കിൽ പോലും പുള്ളിക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടു നോക്ക്. ഒരു അപ്പൂപ്പൻ മറ്റേ എന്തോ സാധനം നെല്ലാന്ന് തോന്നുന്നു കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന്റെ അടിയിൽ TVKയുടെ കൊടിയുടെ കുന്തം വേപ്പോട്ട് വരും. പെട്ടെന്നാണ് ഞെട്ടി ഓടിയത്. കുത്താമല്ലോ വരുവാന്നോ എന്നുള്ളത്. പുള്ളിയുടെ ജീവനെ നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കൊടിയുടെ അല്ല ശൂലത്തിന്റെ കമ്പിയായിരുന്നു. ഈ സാധനങ്ങളൊക്കെ കുറെ ട്രോൾ ആയിട്ടുണ്ടായിരുന്നു. സിനിമയ്ക്കകത്തൊക്കെ 500 പേരെ 1000 പേരെയൊക്കെ 2000 പേരെയൊക്കെ ഒരുമിച്ച് അടിച്ചിരുന്ന വിജയണ്ണൻ ഒരാൾ പൂവെടുത്തെറിഞ്ഞപ്പോഴത്തേക്ക് കണ്ടം വഴി ഓടിയെന്നൊക്കെ പറഞ്ഞിട്ട് പേടിതൂറിയാണെന്നുള്ള രീതിയിൽ ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റിയൽ ലൈഫ് സോംബികളെ കാണണോ? കാണിച്ചു തരാം, കണ്ടോളൂ. അണ്ണന്റെ വണ്ടിയാണ്. വണ്ടിക്കകത്ത് ചാടി കേറിയിട്ട് ഇത് കണ്ട. നമ്മൾ സോംബി സിനിമകളിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളൂ. അണ്ണൻ ഇത്രയും ഭ്രാന്തടി ആലോചിച്ച് നോക്കി. ഇത് എന്തിനാണിത്? അയ്യോ, ഇവന്മാർക്കൊന്നും വയ്യേ. ഇതെണ്ടാ കമന്ന് കിടന്ന് മേളിൽ കയറി കിടന്ന് ഫോട്ടോ എടുക്കുന്നോണ്ട് ഓരോരുത്തരെ പിടിച്ചെറി എടുത്ത് കുറിയണമാരേക്ക് ഭ്രാന്തെന്നല്ല എന്ത് പറയാൻ ഇതിനൊക്കെ. ഈ അണ്ണന്റെ പ്രസംഗത്തിനകത്ത് വന്ന കുറെ കോപ്പി പേസ്റ്റ് സാധനങ്ങളുണ്ട്, അതോടെ ഒന്ന് കാണിക്കാം. Men may come, men may go, but I go on forever. Men may come, men may go, but I go on forever. മൊത്തം തെലുങ്ക് റീമേക്കാ, മനസ്സിലായോ? അവിടെ നിന്നുള്ള കുറെ ഹേറ്റേഴ്സ് ഇങ്ങോട്ട് ചോർത്തിയിട്ടുണ്ട്. இதோ புளியங்குளத்து புலி, சிலம்பத்திலே சிங்கம், வாழ்நாளெல்லாம் கன்னி பெண்களை ஏறெடுத்தும் பார்க்காத கட்டிடம் ഏറ്റവും അവസാനത്താണ് അമ്പും വില്ലും. എല്ലാം ചൊരണ്ടല്ല അണ്ണന്റെ സിനിമ പോലൊക്കെ തന്നെ. ലാസ്റ്റ് സിനിമ റീമേക്ക് ആണല്ലോ. അപ്പൊ പിന്നെ അതിനകത്ത് ഇൻസ്പയർ ആയിട്ടാണെന്ന് തോന്നുന്നു മൊത്തം എടുത്ത് ഇങ്ങനെ എടുത്ത്. പിന്നെ നേരത്തെ പറഞ്ഞ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കാണാൻ വരുന്നു. അതുകൊണ്ട് ഇത് കണ്ടോ, ജർമ്മനിന്ന് അണ്ണന്റെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണ്. ജർമ്മനിന്ന് യവൻ എവിടെയോ ഉണ്ടായി അതുലി എല്ലാ പോസ്റ്റിനകത്ത് ലൈക്ക് അടിച്ചിട്ടുണ്ട്. ജർമ്മനിന്ന് കണ്ടില്ലേ, വോട്ട് ചെയ്യാൻ വേണ്ടി വരുവാണ്. ഈ വട്ടമാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് വന്നിട്ടുള്ളത്. ദുബായിലിരുന്ന് ഒരു ഗ്രൂപ്പ് ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഇതാ വരുന്നു. അണ്ണന്റെ പവർ. ഈ അതുല് കണ്ട ഇവൻ ഏത് ഫോട്ടോ എടുത്താലും അതിനകത്ത് ലൈക്ക് ഉണ്ട്. എല്ലാ വിജയുടെ ഫോട്ടോയ്ക്ക് റീലിനകത്ത് അവൻ ലൈക്ക്. ഇവൻ തമിഴ്നാട്ടിൽ പോടാ അതിനൊക്കെ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാവാം. പക്ഷെ ഈ വിജയ് ഈ പീക്കറി പിള്ളേരെ വരെ കയ്യിലെടുത്തത് എങ്ങനെയാണെന്നാണ് മനസ്സിലാവാത്തത്. പിള്ളേർ വന്നിട്ട് കരഞ്ഞ് മെഴുകിയിട്ട് വിജയ്ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേരൻസിന്റെ അടുത്ത് അഭ്യർത്ഥിക്കുന്നു. 1-2 വീഡിയോ കാണിച്ചാൽ എങ്ങനെ സാധിക്കുന്നുണ്ട ഇത്? എങ്ങനെ സാധിക്കുന്നു? मेरी मामा बहुत बदंगा, मेरी मामा पाओ, मेरी मामा वाला ഇങ്ങനൊക്കെ പറഞ്ഞ ആരാടാ വോട്ട് കൊടുക്കാത്തത്? പിള്ളേരെ കൊണ്ടുവരെ വേറെ ലെവലിലേ. ഈ പിള്ളേരെ വരെ അണ്ണൻ എങ്ങനെയാണ് ആ കയ്യിലെടുത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും പൊളിറ്റീഷ്യന് വേണ്ടിയിട്ട് പിള്ളേർ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് മെഴുകി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ പറ, അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി കരഞ്ഞ് മെഴുകി വോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഏർത്തെടുത്ത് എറിഞ്ഞു കൊടുക്കുന്നു. പിടിച്ചാ അണ്ണന്റെ ഹൃദയമാണ് നിങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നത് കണ്ടത്. കണ്ടോ, തൃശ്ശയുടെ കയ്യിൽ നിന്ന് തിരിച്ചു പോയി മേടിച്ചെന്ന് തോന്നുന്നു ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഏത് ദൈവമാണ്? ഹിന്ദുക്കളാണോ ക്രിസ്ത്യൻസ് ആണോ? അണ്ണടെ പള്ളി കിടന്ന് എഴുതുന്നടേ നമ്മുടെ സൂപ്പർ സ്റ്റാർ അണ്ണാ. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ സുരേണ്ണൻ, സുരേഷ് ഗോപി. പുള്ളി ഇതുപോലെ ഇലക്ഷന് മുമ്പ് വന്ന് പള്ളി കിടന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊന്ന് ഇതാക്കിയതായിരിക്കും ഇല്ലേ? എന്താണെങ്കിലും എല്ലാ ദൈവങ്ങളെയും ഒരുമിച്ച് വിളിക്കുന്നുണ്ട്. ക്രിസ്ത്യൻസിനെയും ഹിന്ദുസിനെയും മുസ്ലിംസിനെയും എല്ലാരെയും കയ്യിലെടുത്തിട്ടുണ്ട്. വിജയ് അണ്ണൻ ജയിക്കാൻ വേണ്ടിയിട്ട് താണ്ട മുട്ടയടിക്കുന്നു. വിജയ് അണ്ണൻ ജയിക്കാൻ വേണ്ടിയിട്ടാണോ അതോ മറ്റേ പടം ഇറങ്ങാൻ വേണ്ടിയിട്ടാ? ഈ പടം എനിക്ക് തോന്നുന്നു ഇവര് മനഃപൂർവ്വം മുക്കി വെച്ചേക്കുന്ന ഞാൻ തോന്നുന്നു കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടം ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. പടം ഇറങ്ങാതിരിക്കുന്ന സമയത്ത് ഒരാളെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ ആ വ്യക്തിയുടെ കൂടെ നിൽക്കും. ആ ഒരു സെന്റിമെന്റ്സ് നല്ല രീതിയിൽ ഇവിടെ വർക്കൗട്ട് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ആ പടം ലീക്ക് ആയെന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഇവര് തന്നെ പുറത്തുവിട്ടവരാണ് സാധ്യത. പൊളിറ്റിക്സ് ആണല്ലോ, അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ഗിമിക്ക് പരിപാടികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തമിഴ് ടീംസ് ഫുള്ള് കൂടെ നിൽക്കൂടെ. ഇത് നമ്മുടെ നാട്ടിൽ ഈ മാതിരി സിനിമ സ്റ്റൈൽ ഡയലോഗ്സും തീപ്പൊരി പ്രസംഗവും ഒന്നും ഏൽക്കൂല. സിനിമ ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടാണ് വന്നു കഴിഞ്ഞാൽ കണ്ടം വഴി ഓടിക്കും. പക്ഷെ
തമിഴ്നാട്ടിൽ ഈ സാധനം വേണം. അണ്ണന്റെ മാസ് കാണാൻ വേണ്ടി, അണ്ണന്റെ സിനിമ കാണുന്ന പോലെയാണ് അണ്ണന്റെ പ്രസംഗം കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ ടിവിയുടെ പരിപാടിക്ക് ചെല്ലുന്നത്. അവർക്ക് ആ ഒരു സാധനം മതി, അണ്ണന്റെ മാസ് മതി. അതൊക്കെ കാണുമ്പോഴത്തേക്ക് രോമാഞ്ചം കഞ്ചുകം കയറി കളയും. ഇതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ മോദിജി കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വന്നിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾ അറിഞ്ഞായിരുന്നു? അധികാരം പറയുന്നത് കേട്ടില്ല. മോദിജിയുടെ സ്കിന്നിന്റെ ടോണെന്ന് ശ്രദ്ധിച്ചായിരുന്നു? തമിഴ്നാട്ടിൽ വന്ന സമയത്ത് മോദിജിയുടെ സ്കിൻ കളർ ചെറുതായിട്ടൊന്ന് കറുപ്പിച്ച്. ഇതിപ്പോ നാഷണൽ വൈഡ് ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഈ തമിഴ് ആൾക്കാരുടെ സ്കിന്ന് കുറച്ച് ഡാർക്കാണല്ലോ, അപ്പം അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാള് കറുത്ത പെയിന്റ് അടിച്ചോണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെ കാരണം ഇങ്ങനെ. സത്യം പറഞ്ഞ ഇന്ത്യയിൽ ഏറ്റവും വലിയ നടനാണ് ഇതാണ് നിൽക്കുന്നത്. അജാതി ആക്ടിങ്. ഇതിപ്പോ ഫിൽറ്റർ ടെക്കുന്നൊന്നും അല്ല, ഈ കളറാണ് സ്കിൻ ടോണിൻ്റെത്. ഈ സെയിം സമയത്ത് എടുത്ത ഫോട്ടോ ആണിത്. ഇതിന്റെ പുള്ളിയുടെ കളർ നോക്കിയ സ്കിൻ ടോൺ നോക്കിയേ. ആൻഡ് ഇതും ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുണ്ടായിരുന്നു. അണ്ണൻ പൊരി തിന്നാൻ പോകുന്നത്. ജാൽമുറി കഴിക്കാൻ വന്നത്. ജാൽമുറി कितने का होता है आपका जाल मूली? नहीं, अच्छे वाला कितने का होता है? 10-20। हाँ, जो भी है बना दो। हाँ, हाँ, खाएंगे, बिल्कुल खाएंगे। तो कितना 10 रुपए देना है? दुकान में आए सर। हाँ, 10 रुपए देना है। नहीं भाई, ऐसा नहीं। हाँ, पैसे കൊടുക്കുന്നുണ്ട്. हाँ, आप प्याज खाते हैं, दिमाग नहीं खाते बस. അപ്പം അവിടുത്തെ കടയിൽ നിന്ന് കയറിയിട്ട് ജാൽമുരി കഴിക്കുന്ന ഇപ്പൊ കാണുന്നത്. ഇതിപ്പോ എന്തുകൊണ്ട് ഇതിപ്പോ ചർച്ചാ വിഷയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കട നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. കടയിൽ സാധനങ്ങൾ മൊത്തം ഫില്ല് ചെയ്ത് വെച്ചേക്കാണ്. ആ ബാക്കിരിക്കുന്ന പാട്ടുകളൊക്കെ നോക്കിയേ, കംപ്ലീറ്റ് ഫീൽഡ് ആണ്. നല്ല അടിപൊളിയായിട്ട് ഒരു ക്യാമറ ആംഗിളിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സിനിമയ്ക്കൊക്കെ സെറ്റ് ഇട്ട് വെച്ചേക്കുന്നതിന്റെ കൂട്ടത്തൊരു കട. ഈ സൈഡിൽ രണ്ട് നാരങ്ങ കിട്ടുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഫ്രഷ് ആണ്. ഈ ഇരിക്കുന്ന ഭരണി മൊത്തം നിറഞ്ഞിരിക്കുന്നു, ഇതും നിറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കംപ്ലീറ്റ് നിറഞ്ഞ് ഓവർഫിൽഡ് ആക്കി വെച്ചേക്കുന്ന വകുപ്പ്. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇതൊരു സ്റ്റേജ്ഡ് സാധനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ മോദിജിയുടെ ഈ കളർ പരിപാടിയും ഈ സ്റ്റേജ്ഡ് ആയിട്ടുള്ള ഈ ഐറ്റംസും ആൾക്കാർ പൊക്കിയിട്ടുണ്ട്. ഇതൊക്കെ കോമഡികളാണ്. ആൻഡ് നമ്മൾ പറഞ്ഞു വന്നത് വിജയ് അണ്ണന്റെ ഇലക്ഷൻ ഇതൊന്നും അല്ല ഗൈസ്. ഇനിയും ഉണ്ട് ശരിക്ക് കുറെ റീൽസ് ഉണ്ട്. നമ്മൾ ഇതിരുന്ന് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ സംസാരിക്കാൻ വേണ്ടിയിട്ട് അത്രയും റീൽസ് തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കയറ്റിയിട്ട്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്റെ ആഗ്രഹം ഈ വട്ടം വിജയ് ജയിക്കണമെന്ന് തന്നെയാണ്. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, വേറൊരു വീഡിയോ ഇട്ട് തരാം. ടാറ്റാ.